ഒരു പാട്ട് എഴുതിയാൽ അത് പാട്ടായിട്ട് പുറത്തിറങ്ങണമെങ്കിൽ പണ്ട് എന്തെല്ലാം കഷ്ടപ്പാടായിരുന്നു. അത് എഴുതണം, അതിന് ട്യൂൺ ചെയ്യണം, അത് പിന്നെ ഓർക്കസ്ട്ര ചെയ്യണം, അതിനൊരു ഗായകനെ കണ്ടെത്തണം, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇതെല്ലാം എടുക്കണം, പിന്നെ മിക്സ് ചെയ്യണം, സീഡിയോ മറ്റോ ആയിട്ട് ഇറക്കണം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിനാണ് യൂട്യൂബിൽ ഇറക്കണം. ഒരുപാട് കടമ്പകളും ഒരുപാട് ചിലവുള്ളൊരു കേസാണ്. എന്നാൽ ഞാനൊരു പാട്ട് എഴുതി എയെ കൊണ്ട് പാടിച്ചു. സായിപ്പാണ് പാടിയിരിക്കുന്നത്, അതുകൊണ്ട് മലയാള ചില പദങ്ങൾ വ്യക്തമല്ല. അതിൻ്റെ വരികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണം. പാട്ടൊന്നും കേട്ടു. മേഘത്തിൻ തണലായി മരുഭൂമി യാത്രയിൽ മക്കൾക്കായി കോടിരുന്നോനേ, മേഘട്ടിത്തേരാക്കി പാടിൻ വരരുന്നോനേ, വരവിലായോ ഒരു കിരണേ എന്നും വരവിലായോ ഒരു കിരണേ. അരുകൂലമല്ല ഇലകം നക്കഴുക്ക് നിന്നിൻ കനനേ പരവം ഏകനായി തീരുമ്പോഴും പ്രതികൂലം എല്ലാം ഏറുമ്പോഴും പ്രത്യക്ഷനിൻ വരവൽ ഒന്നേ, വരവിലായ ഒരു കിരണേ, വരവിലായ ഒരു കിരണേ. തീരശബ്ദം മാറിൽ മുരങ്ങുന്നു കാലം ഞാൻ കാത്തിരിത്തു, എന്നും കാലം ഞാൻ കാത്തിരിത്തു. കണ്ണുകനന്തും മുൻപേ കാലുവെളികളിൻ മുൻപേ ചേർക്കുവാൻ വന്നിരനാചേ, ചേർക്കുവാൻ വന്നിരനേ, വരവിലായ ഒരു കിരണേ, ഒരു കിരണേ. നമ്മുടെ ഒരു സൃഷ്ടി പുറത്ത് പൂർണ്ണരൂപത്തിൽ വരുന്നത് കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ഇതിൻ്റെ AI ടൂളിനെ കുറിച്ച് പലർക്കും അറിയാം. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ താല്പര്യപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും.